നിങ്ങളൊരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ നിങ്ങളൊരു ചുരം വഴി യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പാസഞ്ചറെ കിട്ടുകയാണ്. എന്നാൽ അല്പദൂരം മുന്നോട്ട് പോകുന്ന സമയത്ത് പുറകിലേക്ക് നോക്കുന്ന സമയത്ത് ആ പാസഞ്ചർക്ക് തലയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? അതുപോലെ ഒരു അനുഭവമാണ് സുരേഷിൻ്റെ ജീവിതത്തിലും ഉണ്ടായത്. നിങ്ങളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ തനിച്ച് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഓട്ടോ, ടാക്സി, അതുപോലെ ലോറി ഡ്രൈവേഴ്സൊക്കെ പലർക്കും വഴിയിൽ നിന്നും ലിഫ്റ്റ് കൊടുക്കുന്നത് പതിവാണ്. ഇനി ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ കാണുന്ന ആർക്കെങ്കിലും ലിഫ്റ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. കാരണം ഇവിടെ സുരേഷ് എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർക്ക് വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് രാത്രി 12 മണിക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ടുണ്ടായ ഈ അനുഭവം അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഒരാൾ ലിഫ്റ്റ് ചോദിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഥയൊന്ന് ഓർത്തെടുക്കുക. എൻ്റെ പേര് ഫൈസ്. ഞാൻ നിങ്ങളെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അന്ന് പകൽ സമയത്ത് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ഒരു കമ്പനിയുടെ ഓട്ടം പോയതായിരുന്നു സുരേഷ് വളരെ വർഷങ്ങളായിട്ട് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. സുരേഷിൻ്റെ അച്ഛനും ഇതുപോലെയുള്ള ഓട്ടോ ഡ്രൈവിംഗ് ജോലി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പേ അച്ഛൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. എന്നാൽ അച്ഛൻ്റെ ഡെഡ് ബോഡി പോലും കാണാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് സുരേഷിനും അമ്മയ്ക്കും അന്ന് അച്ഛൻ്റെ അവസാനത്തെ ആ അവസ്ഥ കാണാൻ സാധിച്ചിരുന്നില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേരെ ഏതോ ഗവൺമെൻറ് ശ്മശാനത്തിൽ അടക്കം ചെയ്തു എന്ന കാര്യം മാത്രമേ സുരേഷിനും അമ്മയ്ക്കും അറിയുമായിരുന്നുള്ളൂ. കാരണം അന്നുണ്ടായ അപകടത്തിൽ ബോഡി മനസ്സിലാകാത്ത രീതിയിൽ അപകടം പറ്റിയിരുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യമായതുകൊണ്ട് അതിന് അത്രയ്ക്കുള്ള ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് അച്ഛൻ്റെ ഈ ഓട്ടോ ഓടിച്ചിരുന്നത് സുരേഷായിരുന്നു. സുരേഷിന് ഏകദേശം 25 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലാണ് പെട്ടെന്ന് അവന് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് ലഭിക്കുന്നത്. അവൻ പകൽ സമയത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വയനാടുള്ള ഒരു ഷോറൂമിൽ കൊണ്ടുകൊടുക്കണം. അതായിരുന്നു അവൻ്റെ ആ ട്രിപ്പിൻ്റെ ലക്ഷ്യം. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പകൽ സമയത്ത് വയനാടിൻ്റെ താമരശ്ശേരി ചുരവുമൊക്കെ കഴിഞ്ഞ് അവൻ അങ്ങനെ പ്രകൃതിയും ആസ്വദിച്ച് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരുപാട് ഡിലേ വന്നു സാധനങ്ങളൊക്കെ ഇറക്കാൻ. അങ്ങനെ കുറേ സമയം കാത്തിരുന്നതിന് ശേഷമാണ് അവൻ്റെ ഓട്ടോയിൽ നിന്നും അവർ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയത്. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി കൊടുത്തതിന് ശേഷം അവൻ അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ ഒരു സുഹൃത്തിനെ അവൻ അവിടെ നിന്ന് യാദൃശ്ചികമായി കണ്ടത്. പണ്ട് കോഴിക്കോട് ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു അവർ. അവനിപ്പോൾ വയനാട് ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ അന്ന് രണ്ടുപേരും കൂടെ ഒരുപാട് സമയം അവിടെ സംസാരിച്ചു. ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിച്ച് അവർ കുറേ സമയം അവിടെ ഒരു ഭാഗത്ത് പോയിരുന്ന് അവരുടെ കഴിഞ്ഞ കാല വിശേഷങ്ങളും അച്ഛൻ മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ അവൻ പറയുകയും ചെയ്തു. ഏകദേശം വൈകുന്നേരമായതോടുകൂടി അവർ രണ്ടുപേരും പറഞ്ഞു, ശരി, കോടമഞ്ഞ് മൂടാൻ തുടങ്ങിയിരിക്കും, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ പോയിക്കോ, അല്ലെങ്കിൽ നിനക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് രാത്രിയായി കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഏറെയാണ്. അതുകൊണ്ട് നീ ഇരുട്ട് മുന്നേ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് സുഹൃത്ത് സുരേഷിനോട് പറഞ്ഞു. ശരി, എന്നാ ഇനി പിന്നെ കാണാം എന്ന് പറഞ്ഞ് സുരേഷ് അവിടെ നിന്നും ഇറങ്ങി. അങ്ങനെ സുരേഷ് അവിടെ നിന്നും കുറച്ചു ദൂരം വന്ന സമയത്ത് സുരേഷിന് എന്തെന്നില്ലാത്ത ഒരു ക്ഷീണം തോന്നി. അതുകൊണ്ട് സുരേഷ് അല്പം ഓട്ടോ മാറ്റിയിട്ടിട്ട് ഒന്ന് മയങ്ങിപ്പോയിരുന്നു. കുറേ സമയത്തെ ഉറക്കത്തിന് ശേഷം ഞെട്ടി ഉണർന്നപ്പോൾ സുരേഷ് പുറത്തേക്ക് നോക്കുന്ന ആ സമയം രാത്രി ഒരുപാട് ഇരുട്ടിയിരുന്നു. വാച്ചിലേക്ക് നോക്കിയ സമയത്ത് ഏകദേശം രാത്രി 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ പെട്ടെന്ന് സുരേഷ് അവിടെ നിന്നും ഓട്ടോ എടുത്ത് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവന് വല്ലാതെ വിശന്നതുകൊണ്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ അവൻ ചുരത്തിലേക്കുള്ള ഓരോ വഴികളായിട്ട് ഇറങ്ങാൻ ആരംഭിച്ചു. എന്നാൽ പതിവിലും വൈകിയായിരുന്നു സുരേഷ് അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിയെ കോടമഞ്ഞ് മൂടിയത് കൊണ്ട് തന്നെ അവന് വഴികളൊന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല.
മുന്നിൽ നിന്നും വരുന്ന വാഹനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അവൻ ഓരോ അടികളും ഓട്ടോ മുന്നിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് വൈകി ഏകദേശം 11-11:30 ആയപ്പോഴാണ് അവൻ ചുരത്തിലെത്തുന്നത്. ചുരത്തിലെത്തുന്ന സമയത്ത് അവിടെ ഏകദേശം കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു വളവിൽ വെച്ച് അവൻ്റെ ഓട്ടോക്ക് എന്തോ സംഭവിക്കുന്നു. പെട്ടെന്ന് അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നു. വാച്ചിലേക്ക് സമയം നോക്കുന്ന സമയത്ത് ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഓട്ടോയ്ക്ക് സംഭവിച്ചത് എന്നറിയാതെ അവൻ ഒരുപാട് നേരം ആ ഓട്ടോയുടെ ചുറ്റിലും നടന്നു. അവന് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണോ എന്ന് അവൻ ഒരുപാട് നോക്കി. അവൻ ആ ഓട്ടോയുടെ പല ഭാഗങ്ങൾ പരീക്ഷിച്ചിട്ടും അവനത് കംപ്ലൈൻറ്റ് ക്ലിയർ ആക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവൻ്റെ കണ്ണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് താഴെയായിട്ട് ഉടക്കിയത്. അവിടെ ഒരു വൃദ്ധൻ ഇരിക്കുന്നു, ഒരു മരച്ചുവട്ടിൽ തലയൊക്കെ കുനിച്ച് തലയിൽ ഒരു തോർത്തുമുണ്ടിട്ടിട്ട് വെള്ള ഷർട്ടൊക്കെ ധരിച്ച് ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട്. ശരി, ചോദിച്ചു നോക്കാം ആ വൃദ്ധനോട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മെക്കാനിക്സിനെയോ വർക്ക്ഷോപ്പോ ഉണ്ടോ എന്ന് കരുതി അവൻ ആ വൃദ്ധൻ അരികിലേക്ക് നടക്കാനായി തീരുമാനിച്ചു. ആ വൃദ്ധൻ അരികിൽ ചെന്നതിന് ശേഷം സുരേഷ് ആ വൃദ്ധനോട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്സിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എൻ്റെ ഓട്ടോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ സുരേഷ് ആവർത്തിച്ച് ആ വൃദ്ധനോട് ചോദിച്ചിട്ടും അദ്ദേഹം ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ഒന്ന് തല ഉയർത്തി നോക്കിയത് പോലുമില്ല. അദ്ദേഹം തല കുനിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് വേണ്ടി ഒരുപാട് സമയം കാത്തിരുന്നിട്ടും മറുപടി വരാത്തതിനെ തുടർന്ന് ദേഷ്യം പിടിച്ച സുരേഷ്, ശരി, മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടണ്ട, ശരി എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പിറുപിറുത്ത് അവൻ വീണ്ടും ഓട്ടോയുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ വീണ്ടും ഓട്ടോയുടെ അടുത്തെത്തിയതിനു ശേഷം ആ ഓട്ടോ ഒന്നുകൂടി ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഓട്ടോയിലെ റേഡിയോ പെട്ടെന്ന് ഓണായത്. എന്നാൽ റേഡിയോയിലെ ചില ചാനലുകൾ സഡനായിട്ട് മാറുന്നത് പോലെ ഓരോ ചാനലുകളിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ റേഡിയോ നിശ്ചലമായി. പിന്നീട് ആ റേഡിയോയിൽ നിന്നും വരുന്ന ശബ്ദം ഏതോ ഒരു വണ്ടി ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം, ഒരാൾ ശ്വാസത്തിന് വേണ്ടി പിടയുന്നത് പോലെ, സഹായിക്കൂ സഹായിക്കൂ എന്നുള്ള ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു നിലവിളി. എന്നാൽ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മാത്രം സുരേഷിന് മനസ്സിലായില്ല. എന്നാൽ വരുന്നത് റേഡിയോയിൽ നിന്നാണെന്ന് മാത്രം വ്യക്തമാണ്. പക്ഷേ ഇത് എന്തെങ്കിലും പ്രോഗ്രാമാണോ അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണോ എന്ന ഒരു കൺഫ്യൂഷനിലായിരുന്നു സുരേഷ് അവിടെ നിന്നിരുന്നത്. ഉടനെ തന്നെ റേഡിയോയിൽ 1-2 തട്ട് തട്ടിയ ശേഷം ഒന്നുകൂടി സ്വിച്ച് ഓഫ് ചെയ്തു. ആ സമയത്ത് റേഡിയോ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. എന്നാൽ കുറച്ച് സമയം നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ വണ്ടിക്ക് മുകളിൽ നിന്ന് ആരോ അവനെ നോക്കുന്നത് പോലെ ഒരു രൂപത്തെ അവൻ കണ്ടത്. അതൊരു പൈശാചിക രൂപം പോലെയാണ് തോന്നിയത്. മൃഗവുമല്ല മനുഷ്യനുമല്ല, അങ്ങനെ ഒരു രൂപം. പെട്ടെന്ന് അവൻ ചുറ്റുപാടും നോക്കുന്ന സമയത്ത് ഒരു രൂപം അവൻ്റെ അടുത്ത് നിന്നും പെട്ടെന്ന് കാട്ടിലേക്ക് ഓടി മറയുന്നത് പോലെ അവൻ തോന്നി. എന്നാൽ അതിൻ്റെ തലഭാഗം ഒരു മൃഗത്തിൻ്റെയും ഉടൽ ഭാഗം ഏതോ ഒരു മനുഷ്യൻ്റേത് പോലെയുമായിരുന്നു. ഇതുകൂടി കണ്ടതോടെ അവൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയം തിങ്ങി നിറയാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വല്ല പ്രേതാത്മാക്കളും ഉണ്ടാകുമെന്ന ഒരു ചിന്ത മാത്രമായിരുന്നു പിന്നീട് സുരേഷിനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി വണ്ടിക്ക് അകത്ത് കയറിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി. ആ സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ട് ആ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്തു. എന്നിട്ട് ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ആ വൃദ്ധനെ അവൻ ഒന്നുകൂടി നോക്കി. എന്നാൽ ആ സമയത്ത് അവിടെ ആ വൃദ്ധൻ ഉണ്ടായിരുന്നില്ല. ആ വൃദ്ധനെ പല ഭാഗങ്ങളിൽ അവൻ നോക്കിയെങ്കിലും ആ വൃദ്ധൻ നടന്നു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നും പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ടും ആ വൃദ്ധനെ എവിടെ നോക്കിയിട്ടും സുരേഷിന് കാണാൻ സാധിച്ചില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് ഏകദേശം 1 കിലോമീറ്ററൊക്കെ താണ്ടിയ ശേഷം അതേ വൃദ്ധൻ, അന്ന് മരച്ചുവട്ടിൽ കണ്ട അതേ വൃദ്ധൻ ആ റോഡിന് നടുവിലായിട്ട് നിൽക്കുന്നു. അവനെ വണ്ടിക്ക് തടസ്സമായിട്ട്. ആ സമയത്ത് തല പുറത്തേക്കിട്ട് സുരേഷ് ചോദിച്ചു, ചേട്ടാ, ചേട്ടനല്ലേ ആ മരച്ചുവട്ടിൽ നിന്നിരുന്നത്? എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത് എന്ന് ചോദിച്ചു. എന്തായാലും ഇവിടെ അധിക സമയം നിൽക്കണ്ട, നിങ്ങൾ ഓട്ടോയിലേക്ക് കയറിക്കോളൂ, ഞാൻ അടുത്ത ടൗണിൽ കൊണ്ടിറക്കാം, എൻ്റെ വണ്ടിയൊക്കെ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ പതിയെ തലയുയർത്തി സുരേഷിനെ നോക്കി. എന്നാൽ കൂരാക്കൂരി ഇരുട്ടായതുകൊണ്ട് അയാളുടെ മുഖം മാത്രം സുരേഷിന് കാണാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആ വൃദ്ധൻ ഒരു പതിഞ്ഞ ഉറച്ച സ്വരത്തോടു കൂടി സുരേഷിനോട് പറഞ്ഞു, നീ എന്നെ ഒരിക്കലും നിന്റെ വണ്ടിയിലേക്ക് ക്ഷണിക്കരുത്, അത് പിന്നീട് നിനക്ക് തന്നെ ഉപദ്രവമായി മാറും എന്ന്.
ഇത് കേട്ടതോടെ സുരേഷ് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഓക്കെ പ്രായമായ ആളല്ലേ, അപ്പോൾ എന്തെങ്കിലും തമാശയായിട്ട് പറയുന്നതായിരിക്കാം എന്നൊക്കെ കരുതി അവൻ അത് കാര്യമാക്കിയില്ല. ഒന്നുകൂടി ആ വൃദ്ധനെ വണ്ടിയിലേക്ക് ക്ഷണിച്ചു. ആ വൃദ്ധൻ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു. ആ വൃദ്ധൻ വണ്ടിയിലേക്ക് കയറിയിരിക്കുന്ന ആ സമയത്ത് വണ്ടിക്ക് വല്ലാത്ത തരത്തിലുള്ള ഒരു ഭാരം അനുഭവപ്പെട്ടു. കാരണം ഒരു മനുഷ്യനൊക്കെ വണ്ടിയിൽ ഇരുന്നാൽ ആ വണ്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിനകത്തേക്ക് ആ വൃദ്ധൻ കയറിയ സമയത്ത് വണ്ടിയിൽ എന്തോ ഭാരമുള്ള വസ്തു വെച്ചതുപോലെ വണ്ടി ഒന്ന് പതിഞ്ഞു പോയിരുന്നു. അത് അവന് കുറച്ച് അത്ഭുതകരമായിട്ട് തോന്നി. ശരി, നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഓട്ടോയുമായിട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോയി. സുരേഷ് പോകുന്ന വഴിയിൽ ആ വൃദ്ധനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ വൃദ്ധൻ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. മൂകമായിട്ട് തല താഴ്ത്തിയായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. എന്നാൽ നിങ്ങൾ എന്താണ് ഒന്നും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ കണ്ണാടിയിൽ മിററിലേക്ക് നോക്കുന്ന സമയത്ത് ആ മിററിൽ ആ പ്രതിബിംബത്തിനെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അദ്ദേഹമുണ്ട്, പക്ഷേ കണ്ണാടിയിൽ മാത്രം ആ രൂപത്തെ കാണുന്നില്ല. എന്നാൽ കണ്ണാടി ശരിയായ ദിശയിലേക്കല്ല എന്ന് കരുതിയിട്ട് അവൻ അതൊന്നും കാര്യമാക്കാതെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ വണ്ടിക്ക് നേരെയായിട്ട് അന്ന് അവൻ വണ്ടിയിൽ കയറ്റിയ അതേ വൃദ്ധൻ ചാടി വീണു. ഉടനെ തന്നെ ആ വണ്ടി ആ വൃദ്ധനെ അതിശക്തമായിട്ട് ഇടിക്കുകയും ചെയ്തു. ആ സമയത്ത് സുരേഷ്, ഈശ്വര ഞാൻ ആരെയാണ് ഇടിച്ചത് എന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ആ വൃദ്ധൻ അവിടെ ആ വഴിയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇയാളല്ലേ എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നത്? ആ വണ്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് ആ വൃദ്ധൻ വണ്ടിയിലുണ്ടായിരുന്നില്ല. ദൈവമേ, ഇതെന്താണ് ഇങ്ങനെ എന്ന ഒരു ചിന്തകളായിരുന്നു സുരേഷിൻ്റെ മനസ്സിൽ മുഴുവൻ. എന്നാൽ ഇനി ഇവിടെ അധികം നിൽക്കുന്നത് ശരിയല്ല എന്ന് അവൻ മനസ്സിലായി. വീണ്ടും ഓട്ടോയിലേക്ക് കയറി ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഓട്ടോ വീണ്ടും സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെയാണ് അവൻ പെട്ടെന്ന് ഒരു കാര്യം ഓർക്കുന്നത്. കുറച്ചു മുന്നേ വണ്ടി ഓഫായ സമയത്ത് അവൻ നിന്നിരുന്നത് ഒരു വളവിലായിരുന്നു. ആ വളവിലായിരുന്നു ഒരു സർക്കാർ ശ്മശാനമുണ്ടായിരുന്നത്. ആ സമയത്ത് അർദ്ധരാത്രി ഇങ്ങനെയൊരു വൃദ്ധൻ അവിടെ മനുഷ്യനായിട്ട് നിൽക്കാൻ പോകുന്നില്ല. അത് ഉറപ്പായിട്ടും ഏതോ ഒരു ആത്മാവായിരിക്കാം എന്ന് സുരേഷ് ഉറപ്പിച്ചു മനസ്സിൽ കരുതി. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് കരുതി വീണ്ടും അവൻ ഓട്ടോയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവൻ കണ്ണാടിയിലേക്ക് നോക്കി. എന്നാൽ അപ്പോൾ ആ കണ്ണാടിയിൽ അവൻ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. കാരണം ആ കണ്ണാടിയിൽ അവനെ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു പുരുഷനെ കാണാമായിരുന്നു. അതിൻ്റെ തോളിൽ ഒരു തോർത്തുമുണ്ടായിരുന്നു. എന്നാൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ആ രൂപത്തിന് തലയുണ്ടായിരുന്നില്ല. ആ രൂപത്തിൻ്റെ തലയുടെ ഭാഗത്ത് കൂരി വ്യക്തമാക്കണം. ഉടനെ തന്നെ അവൻ എവിടെയോ വണ്ടി ഒന്ന് സ്പീഡിലൊക്കെ സൈഡാക്കിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ രൂപത്തെ നോക്കുന്ന സമയത്ത് ആ രൂപം ആ വണ്ടിയുടെ പുറകുവശത്ത് ഓട്ടോയുടെ ആ സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ രൂപത്തിന് ഉറപ്പായിട്ടും പറയാം അതിന് തലയുണ്ടായിരുന്നില്ല. അത് തലയില്ലാത്ത ഒരു യാത്രക്കാരനെ പോലെ ആ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവന് ഈ കാഴ്ച ഒരു സ്വപ്ന തുല്യമായിട്ടാണ് തോന്നിയത്. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് ഓട്ടോയിലെ ആ രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ആ സമയത്ത് അവന് വല്ലാത്ത തരത്തിലുള്ള ഒരു ഗന്ധം അവിടെ മൊത്തം പടരാൻ തുടങ്ങി. ഒരു ചാരത്തിൻ്റെയും അതുപോലെ അഴുകിയ ചില മാംസങ്ങളുടെ ദുർഗന്ധവുമായിട്ട് അവനത് തോന്നി. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് കരുതി അവൻ ആ വണ്ടി എടുത്തുകൊണ്ട് അവൻ അതിസ്പീഡിൽ ഓടിച്ച് കുറച്ച് അകലെ കാണുന്ന ചായക്കടയ്ക്ക് മുന്നിലേക്ക് എത്തി. അവൻ ആ ഓട്ടോയിൽ നിന്ന് പരിഭ്രാന്തിയോട് കൂടി ഇറങ്ങിയിട്ട് അവൻ ആ ഹോട്ടലിലെ ഉടമയുടെ അടുത്തേക്ക് എത്തി. ആ ഉടമ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കിതച്ചുകൊണ്ട് വരുന്നത്? ആ സമയത്ത് അവൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനെ തലയില്ലാത്ത ഒരു യാത്രക്കാരനെ വണ്ടിയിലേക്ക് ക്ഷണിച്ചതും അദ്ദേഹം അവന് മുന്നിൽ നിന്നും അപ്രത്യക്ഷമായതുമായിട്ടുള്ള ആ എല്ലാ കഥകളും. ആ സമയത്ത് ആ കടക്കാരൻ പറഞ്ഞു, നീ രക്ഷപ്പെട്ടത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണ്. ഇന്ന് കർക്കിടകത്തിലെ അമാവാസിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം നീ പറഞ്ഞ ആ വളവിൽ ഒരു ലോറി ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. ആ ലോറി ആക്സിഡന്റിൽ അന്ന് ഡ്രൈവർ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ആ ഡ്രൈവറുടെ ശരീരം ലഭിക്കുന്ന സമയത്ത് ആ ബോഡിക്ക് തലയുണ്ടായിരുന്നില്ല. ആ ഭാഗത്ത് എല്ലായിടങ്ങളിലും തിരഞ്ഞെങ്കിലും അവർക്ക് ആ ബോഡിയുടെ തല മാത്രം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അന്ന് ആ തലയില്ലാത്തത് കൊണ്ട് തന്നെ ആ ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും സാധിച്ചിരുന്നില്ല. ആ മോർച്ചറിയിൽ നിന്നും അനാഥ ശവമായിട്ട് കണക്കിലാക്കി അത് അടക്കം ചെയ്തിരുന്നത്
അവിടെ ആ വളവിലെ ശ്മശാനത്തിലായിരുന്നു. അതുകൊണ്ട് ഈ ദിവസം കർക്കിടകത്തിലെ പൗർണമി ദിവസം ആ ആത്മാവ് അവിടെ വിഹരിക്കുന്നതായിട്ട് പലരും കണ്ടതായും പറയുന്നു, പലരും കേട്ടതായിട്ടും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ കടക്കാരൻ അവസാനിപ്പിച്ചു. ഇനി ഏതായാലും പുലർന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് കൂടി ആ കടക്കാരൻ പറഞ്ഞു. അങ്ങനെ നേരം വെളുത്ത സമയത്ത് ഉടനെ അവൻ കോഴിക്കോടുള്ള തൻ്റെ സുഹൃത്തുക്കളോട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞു. കാരണം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുള്ള പോലെ. അങ്ങനെ സുഹൃത്തുക്കൾ വരുന്നത് വരെ സുരേഷ് ആ ചായക്കടയിൽ തന്നെ കാത്തിരുന്നു. അങ്ങനെ ഏകദേശം പുലർച്ചെ 8-9 മണിയൊക്കെ ആയ സമയത്ത് സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് എത്തി. അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, നമുക്ക് അവിടെയുള്ള വളവിലെ ആ ശ്മശാനത്തിലേക്കൊന്ന് പോകണം, അവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഉൾക്കാടുകളിലൊക്കെ അവർ കയറി തിരയാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ പറഞ്ഞു, അങ്ങോട്ടേക്കൊന്നും പോകരുത്, വന്യമൃഗങ്ങളും ഇഴജന്തുക്കളുമുള്ള ഭാഗമാണ്. എന്നാൽ അവരതൊന്നും കാര്യമാക്കാതെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ആ ഭാഗങ്ങളൊക്കെ അരിച്ചു പിറക്കുന്ന സമയത്ത് അവിടെ നിന്നും അവർക്ക് ആ തലയോട്ടി ലഭിക്കുന്നു. അഴുകി ദ്രവിച്ച് ശരിക്കും പൂർണ്ണമല്ലാത്ത ഒരു തലയോട്ടി മാത്രം. എന്നാൽ ആ തലയോട്ടിക്ക് അടുത്ത് നിന്ന് അവന് മറ്റൊന്ന് കൂടി ലഭിച്ചു, ഒരു ഡ്രൈവിംഗ് ലൈസൻസ്. ആ ലൈസൻസിലെ വിവരങ്ങളൊക്കെ അവൻ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അവന് ഒരു കാര്യം മനസ്സിലാകുന്ന, 10 വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട അച്ഛൻ്റെ തലയോട്ടിയാണ് അവൻ്റെ മുന്നിൽ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടിയിൽ കയറിയത് അവൻ്റെ അച്ഛൻ്റെ ആത്മാവായിരുന്നു എന്ന് പോലും അവന് സംശയം തോന്നി. എന്നാൽ അതൊന്നും കൺഫേം ആക്കാൻ അവൻ ഒരിക്കലും സാധിച്ചില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അവന് അത് തെളിയിക്കാനായി സാധിച്ചില്ല. എന്നാൽ ആ തലയോട്ടി അടുത്തുണ്ടായിരുന്ന ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏൽപ്പിച്ചിട്ട് അവൻ്റെ കയ്യിലെ ആ ലൈസൻസ് അവൻ മൊബൈലിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ആ ലൈസൻസും അവൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് അവൻ വീണ്ടും ആ ചുരം ഇറങ്ങാൻ തുടങ്ങി. അന്ന് സുഹൃത്തുക്കളോടൊപ്പം ഓട്ടോയിൽ ആ ചുരമൊക്കെ മുഴുവനായി ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കിയായിരുന്നു. കഴിഞ്ഞ ദിവസം അവൻ്റെ ഓട്ടോയ്ക്ക് നേരെ വന്നിരുന്നത് അവൻ്റെ അച്ഛൻ്റെ ആത്മാവായിരിക്കുമോ? ആ സത്യം ഇന്നും ആ ചുരത്തിൽ ഒഴുകി നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.